സൗദി അറേബ്യയിലെ ഏറ്റവും ചൂടുള്ള സ്ഥലം ഏതാണ് എന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ അതിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഉത്തരമായിരിക്കും അൽ അഹ്സ. സാധാരണ 50 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില എത്താറുള്ളത്. എങ്കിൽ ഈ നഗരത്തിൻ്റെ ഒത്ത നടുക്കു തന്നെയാണ് ജബൽ ഹാറ പർവ്വതങ്ങൾ നിൽക്കുന്നത്. ഇതിന് താഴത്തെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അവിടെ പരമാവധി താപനില ഏതു കാലാവസ്ഥയിലും 23 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ എത്താറുള്ളൂ. എന്താണ് ഈ മലയുടെ ചരിത്രം? അതെങ്ങനെ രൂപപ്പെട്ടു? അതിലേക്കാണ് ആദ്യത്തെ യാത്ര. മഴയുള്ളൊരു വൈകുന്നേരമാണ് അൽ അഹ്സയിലേക്ക് പുറപ്പെട്ടത്. സൗദിയുടെ മരുപ്പച്ച, കൃഷിമേഖല എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ നാടിന്. ഒക്ടോബർ മാസമൊക്കെ പിന്നിടുന്നതോടെ നല്ല കാലാവസ്ഥയാകും. നല്ല വെള്ളം ലഭിക്കുന്ന പ്രദേശമാണ്. നാട്ടിലെ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന അതേ നിറമുണ്ട് മണ്ണിന്. ദമ്മാമിൽ നിന്നും 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ 150 കിലോമീറ്റർ പിന്നിട്ട് അൽ അഹ്സയിലെത്താം. ഇവിടുത്തെ ജബൽ ഹാറ ഗുഹയാണ് ലക്ഷ്യം. പ്രവൃത്തി ദിനമായതിനാൽ അധികം തിരക്കില്ല. കടകളൊന്നും ഗുഹക്കരികിൽ അധികം തുറന്നിട്ടില്ല. 57 റിയാലാണ് പ്രവേശന നിരക്ക്. അകത്തേക്ക് പ്രവേശിച്ചാൽ നിലം ഇതുപോലെ കടപ്പയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഒരു ചരിത്രത്തിലേക്കാണ്. പണ്ട് സൗദി അറേബ്യ ഒക്കെ രൂപീകരിക്കും മുമ്പ് സഞ്ചാരികളുടെ മരുപ്പച്ചയായിരുന്നു അൽ അഹ്സ പ്രദേശം. അതിന്റെ ഒത്ത നടുക്കാണ് ജബൽ ഹാറ അഥവാ ഹാറ കുന്നുകൾ നിൽക്കുന്നത്. അൽ ഹാറ എന്ന ഗ്രാമത്തിന്റെ പേരിൽ നിന്നാണ് ഗുഹക്കും പേര് വീണത്. ഇത് പക്ഷേ ഒരുപാട് ഗുഹകളുണ്ട്. '18 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ മല കാലാവസ്ഥാ മാറ്റത്താൽ രൂപപ്പെട്ടതാണ്. ഭൂകമ്പം അതിന് പ്രധാന കാരണമായതായി പറയുന്നു. അതോടെ കുന്നു പിളർന്ന് ഒട്ടേകം കൈവഴികൾ കൊടുത്തതാകാം. ഒപ്പം കാലാവസ്ഥയിലെ മാറ്റവും അകത്തേക്ക് ഒട്ടനേകം വഴികൾ തുറന്നു. ഗുഹകൾ രൂപപ്പെട്ടത് സംബന്ധിച്ച് പല അനുമാനങ്ങളുണ്ട്. 1978 പഠനത്തിൽ വെള്ളമുയർന്ന് വേലിയേറ്റത്താൽ സൃഷ്ടിക്കപ്പെട്ടതാകാമെന്ന് കണക്കുകൂട്ടിയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പക്ഷെ 2006 മറ്റൊരു പഠനം ഈ വാദത്തെ ഖണ്ഡിച്ചു. കാലാവസ്ഥാ മാറ്റവും ഭൂകമ്പവുമാണ് കാരണമായി ഒടുവിലത്തെ റിപ്പോർട്ടിലുള്ളത്. അത് പക്ഷേ സംഭവിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാകാം. ജബൽ ഹാറ അൽ ഷബാബ് മല എന്നും അറിയപ്പെടുന്നു. പ്രകൃതി, ചരിത്രം, സംസ്കാരം എന്നിവയുടെ അതുല്യമായ സമന്വയമാണ് ഹാറ. മലയുടെ അടിസ്ഥാന വിസ്തീർണം ഏകദേശം 14 ചതുരശ്ര കിലോമീറ്റർ ആണ്. 75 മീറ്റർ വരെയാണ് കുന്നിന്റെ ഉയരം. അകത്ത് കാണാനുള്ളത് ഇതുപോലെയുള്ള വഴികൾ മാത്രമാണ്. പക്ഷേ ഇതിനൊരു ചരിത്രമുണ്ട്. ജബൽ ഹാറ നിൽക്കുന്നത് അൽ ഹാറ, അൽ തുവൈത്തീർ, അൽ ദൽവ, അൽ തിഹേമ എന്നീ ഗ്രാമങ്ങൾക്ക് നടുവിലാണ്. 140 വർഷം മുമ്പാണ് ആധുനിക ലോകം ഈ ഗുഹക്കകത്തെ മാജിക് പുറത്തറിയുന്നത്. അതോടെ മേഖല സന്ദർശിക്കാൻ പാകത്തിൽ വികസിപ്പിച്ചു. സൗദിയിൽ സാധാരണ ഏറ്റവും പുകയുന്ന ചൂടുള്ള പ്രദേശം കൂടിയാണ് അൽ അഹ്സ. പക്ഷേ ഗുഹക്കകത്ത് ഏത് കാലാവസ്ഥയിലും പരമാവധി താപനില 21 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമായിരിക്കും. മഴയുള്ള സമയത്തൊക്കെയാകട്ടെ കൂടുതൽ തണുപ്പുണ്ടാകും. പാറകളുടെ താപനിരോധനവും ഗുഹകൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വീശുന്ന തണുത്ത വായുപ്രവാഹവുമാണ് ഇതിന് കാരണമാകുന്നത്.
അൽഹസയിലെ ഒരു ചരിത്രപ്രധാനമായ സ്ഥലമാണ് ജബൽ ഖാറ എന്ന് പറയുന്നത്. നമ്മൾ കുടുംബസമേതം പല സമയങ്ങളിൽ ഇവിടെ വരാറും സന്ദർശിക്കാറും എല്ലാം ഉണ്ട്. ഈ ജബൽ ഖാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശക്തമായ ചൂട് പുറത്ത് അനുഭവപ്പെടുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയതിന് ശേഷം നമ്മൾക്ക് അനുഭവപ്പെടുന്നത് വളരെ തണുപ്പായിക്കൊണ്ടാണ്. ഇവിടെയുള്ള ഇവർ പറയുന്നതനുസരിച്ചിട്ട് 20 ഡിഗ്രിയുടെ മുകളിൽ അതിൻ്റെ താപനില ഉയരാറില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജബൽ ഖാറയ്ക്ക് ചരിത്രപരമായിട്ടുള്ള വളരെയധികം സവിശേഷതകൾ ഉള്ളതായിക്കൊണ്ട് നമുക്കറിയാൻ പറ്റും. 2018 യുനെസ്കോയുടെ അവാർഡ് പോലും ഈ ചരിത്രഭൂമിക്ക് കിട്ടിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മൾ ഫാമിലിയായ കുടുംബങ്ങളായിട്ടെല്ലാം ഇവിടെ വരുവാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിട്ടാണ് അൽഹസയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ജബൽ ഖാറയെ നാം കാണുന്നതും മനസ്സിലാക്കുന്നതും. ഈ മലനിരകളുടെ ഓരോ ഭാഗത്തിനും ഓരോ രൂപമാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപം ഓരോരുത്തർക്കും സങ്കല്പത്തിനനുസരിച്ച് കണ്ടെത്താം. 1 മണിക്കൂറോളം നടന്നു തീർക്കാൻ അകത്തേക്ക് ദൂരമുണ്ട്. 100 മില്യൺ റിയാൽ മുതൽ മുടക്കിലാണ് ഇവയെ സംരക്ഷിച്ച് ടൂറിസം കേന്ദ്രമാക്കിയത്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ പ്രദേശം നൂറ്റാണ്ടുകളോളം വിവിധ ഗോത്രങ്ങളുടെ വാസസ്ഥലമായിരുന്നു എന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കീഴിൽ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് മുമ്പേ പ്രസിദ്ധമാണ് അക്കാലത്ത് അൽഹസ. അന്നത്തെ അൽഹസയിലെ സുപ്രധാന ഗ്രാമമായിരുന്നു ഖാറ. അൽഖാറ ജനതയുടെ വീടുകളായിരുന്നു ഈ ഗുഹകളെല്ലാം. അമ്പെയ്ത്തിൽ വിദഗ്ധരായിരുന്നു ആ ജനത. പിന്നീട് തലമുറകൾ മാറി മറിഞ്ഞ് ഇവിടെ ജീവിച്ചു പോന്നു. ഏറ്റവും ഒടുവിൽ ഹിജ്റ 3-ാം വർഷം ബനി മുഹാരിബ് ഗോത്രക്കാരായിരുന്നു ഇവിടുത്തെ താമസക്കാർ. പിന്നീട് ഗുഹയുടെ പല ഭാഗങ്ങളും കാലാവസ്ഥാ മാറ്റത്താൽ അടർന്നു. ഇസ്ലാമിന്റെ വരവോടെ പല ഭാഗത്തും അന്തരീക്ഷം പതിയെ മാറി. ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വീടുകൾ മാറി. പക്ഷെ ചിലർ അപ്പോഴും അകത്ത് തന്നെ താമസം തുടർന്നു. 1924 വരെ മലയ്ക്കുള്ളിൽ ജനങ്ങൾ താമസിച്ചതായാണ് രേഖകൾ. പിന്നീട് അവർ പുറത്തേക്ക് മാറിയെങ്കിലും പലരും വിവാഹം, പഠനം എന്നിവക്കുള്ള സ്ഥലമായി ഇത് ഉപയോഗിച്ചു പോന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ അവരുടെ പ്രധാന രേഖകളും കുടുംബചരിത്രങ്ങളും മലയിൽ അടക്കം ചെയ്തിരുന്നു. ഇവ പിന്നീട് മലയിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കളിമണ്ണുള്ള ഈ പ്രദേശത്ത് പാത്രനിർമ്മാണവും സജീവമായിരുന്നു. ബൈബിളിലും ജബൽ ഖാറയുടെ പരാമർശങ്ങളുണ്ട്. ജബൽ ഖാറയെക്കുറിച്ച് പറയുമ്പോൾ വെള്ളി ശനി ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ധാരാളമായി സന്ദർശകരുള്ള ഒരു സ്ഥലമായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജബൽ ഖാറയെ കാണാൻ കഴിയും. കാരണം ധാരാളം ഫാമിലികൾ ഇവിടെ വരുന്നതായിക്കൊണ്ടും ഇതിനെ സന്ദർശിക്കുന്നതായിക്കൊണ്ടും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നമുക്ക് സൗദിയിൽ സന്ദർശന വിസയിൽ എത്തുന്നവരും അതുപോലെ ഉംറ വിസയിലൊക്കെ എത്തുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ സൗദിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ജബൽ ഖാറ, അൽഹസയിലുള്ള ജബൽ ഖാറ എന്ന് പറയുന്നത്. അതിന് സാധിക്കുന്നവരെല്ലാവരും അവർ വരികയും ഇവിടെ സന്ദർശിക്കുകയും വേണമെന്ന് പറയുന്നു. വാരാന്ത്യങ്ങളിലാണ് സന്ദർശകർ കൂടുതൽ. വിവിധ വിനോദ പരിപാടികളും ഇവിടെ വെച്ച് നടത്താറുണ്ട്. ഇവിടം കേന്ദ്രീകരിച്ച് ഹൈക്കിംഗ് പദ്ധതിയും നടക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളും ഷോപ്പുകളും ഇവിടെ വാരാന്ത്യങ്ങളിൽ സജീവമാകും. കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് സാധാരണ പ്രവേശന സമയം. റമദാൻ ഉൾപ്പെടെ വിവിധ അവധി ദിനങ്ങളിൽ ഇതിന് മാറ്റം വരാം. ഇതിനോട് ചേർന്നുള്ള മ്യൂസിയത്തിൽ ചരിത്രവും സഞ്ചാരികൾക്ക് വായിക്കാനാകും. ഇങ്ങനെ നിരവധി കഴിവഴികൾ തുറന്നിട്ട് ചരിത്രത്തിലേക്ക് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ജബൽ ഖാറ.